dear students, welcome to Bosco Campus Vision. This is Seema Dudley. Welcome to my 10th video on operating system, and in this video we will discuss about the resource allocation graph. The deadlocks can be described more precisely in terms of directed graph, and it is also known as system resource allocation graph. And this system allocation graph consists of set of vertices, and also it consists of set of edges. And this set of vertices means it is a set of P nodes. That means it represents the set of processes. And the set of edges means it is a set of resources available in the system. Okay, അപ്പോൾ നമുക്ക് ഡെഡ് ലോക്കിനെ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്കൊരു സിസ്റ്റം റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് യൂസ് ചെയ്യാം. ആൻഡ് ആ ഗ്രാഫിനകത്ത് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി ഹാവിങ് ടു സെറ്റ്, ദറ്റ് ഈസ് സെറ്റ് ഓഫ് വെർട്ടിസസ് ആൻഡ് സെറ്റ് ഓഫ് എഡ്ജസ്. സെറ്റ് ഓഫ് വെർട്ടിസസ് മീൻസ് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പ്രോസസ്സസ്. ഇപ്പം നമ്മൾ P1, P2, P3 അൺടിൽ Pn വരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സെറ്റിനെയാണ് സെറ്റ് ഓഫ് വി എന്ന് പറയുന്നത്. ആൻഡ് റിസോഴ്സസ്, സെറ്റ് ഓഫ് റിസോഴ്സസിനെയാണ് നമ്മൾ എഡ്ജസ് എന്ന് പറയുന്നത്. Then there will be having directed edges, that is from process to resource ഉണ്ടാകാം, അല്ലാന്നുണ്ടെങ്കിൽ റിസോഴ്സിൽ നിന്ന് പ്രോസസ്സിലോട്ട് ഉണ്ടാകാം. ഓക്കെ, ദാറ്റ് ഈസ് ദ ആരോ. നമ്മൾ എങ്ങോട്ടാണ് ഡയറക്ഷൻ എന്ന് കാണിക്കുന്ന ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റഡ് എഡ്ജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ഡയറക്റ്റഡ് എഡ്ജസ് ടു ടൈപ്സ് ഉണ്ട് നമുക്ക്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് റിക്വസ്റ്റഡ് എഡ്ജ്. റിക്വസ്റ്റഡ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ആരോ പ്രോസസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റിസോഴ്സിലോട്ട് പോകും. മനസ്സിലായോ? റിക്വസ്റ്റഡ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്റ്റഡ് എഡ്ജ് ആരോ പ്രോസസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോയിൻ്റ് ചെയ്ത് കാണിക്കുന്നത് റിസോഴ്സിലോട്ടായിരിക്കും. ആൻഡ് ദർ ഈസ് അസൈൻമെൻറ്റ് എഡ്ജ്, or it is also known as allocated edge. That is, ഒരു റിസോഴ്സ് പ്രോസസ്സിൽ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആരോ, ആ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയറക്റ്റഡ് എഡ്ജിനെ വി വിൽ കോൾ ഇറ്റ് ആസ് അസൈൻമെൻറ്റ് എഡ്ജ് ഓർ അലോക്കേറ്റഡ് എഡ്ജ്. ഓക്കെ, അത് പോകുന്നത് റിസോഴ്സിൽ നിന്ന് പ്രോസസ്സിലോട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അലോക്കേഷൻ ഗ്രാഫിൽ ദർ ആർ 4 different types. That is the set of edges, set of vertices, then the directed edges, that is request edge and allocation or assignment edge. ഇത്രയും കാര്യങ്ങളുണ്ടാവും. Then there is one more thing. That is the instances. If there is more than one resource of same type, for example R1 എന്ന് പറയുന്ന റിസോഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രിൻ്ററിനെയാണ്. R1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രിൻ്ററിനെയാണ്. ആൻഡ് ദർ ആർ 4 printers. 4 പ്രിൻ്റർ ഉണ്ടെങ്കിൽ ആ റിസോഴ്സിന് 4 ഇൻസ്റ്റൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് we will be using a dot symbol. In the next example I will be showing you the figure. മനസ്സിലാക്കുക, ഇപ്പോൾ ഇൻസ്റ്റൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡോട്ട് വെച്ചിട്ടാണ്. ഓക്കെ, ദെൻ ദ വിൽ ബി റെക്റ്റാങ്കിൾ ആൻഡ് സർക്കിൾ. റെക്റ്റാങ്കിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റിസോഴ്സസിനെ ആയിരിക്കും. ദെൻ സർക്കിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പ്രോസസ്സിനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് നമ്മൾ ഡെഡ് ലോക്കിനെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫാണ് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. ആൻഡ് ദിസ് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് വിൽ ബി ഹാവിങ് എ സെറ്റ് ഓഫ് വെർട്ടിസസ്, ദെൻ സെറ്റ് ഓഫ് എഡ്ജസ്. സെറ്റ് ഓഫ് വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രോസസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ, സെറ്റ് ഓഫ് എഡ്ജസ് എന്ന് പറഞ്ഞാൽ റിസോഴ്സസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ. ദെൻ പ്രോസസ് വിൽ ബി
identified by using a circle symbol, and resource will be identified by using a rectangle symbol. And there will be ഇൻസ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ സെയിം ടൈപ്പിലെ തന്നെ റിസോഴ്സസ് അവൈലബിൾ ആയി കഴിഞ്ഞാൽ അതിനെ ഇൻസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ R1 എന്ന് പറയുന്ന റിസോഴ്സ് പ്രിൻ്ററിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആൻഡ് ദർ ആർ 4 പ്രിൻറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ R1-ന് എത്ര ഇൻസ്റ്റൻസ് ഉണ്ട്? 4 ഇൻസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു ഡയറക്റ്റഡ് എഡ്ജസ് ഉണ്ടാകും. ഡയറക്റ്റഡ് എഡ്ജസും 2 ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം റിക്വസ്റ്റ് ചെയ്ത എഡ്ജും ഒരെണ്ണം അലോക്കേറ്റ് ചെയ്ത എഡ്ജും. ഈ അലോക്കേറ്റ് ചെയ്ത എഡ്ജിനെ അസൈൻമെൻറ്റ് എഡ്ജ് എന്നും പറയും. Okay, here you can see a figure that is P1, P2, P3, which indicates the set P. Then R1, R2, R3 and R4, which indicates the set R. And there are different directed edges. Directed edges are of 2 types, that is requested edge and allocated or assignment edge. Then you can see a dot inside the rectangle. That dot represent the instances. For example, R1 represent ചെയ്യുന്നത് പ്രിൻ്ററിനെ ആണെന്നുണ്ടെങ്കിൽ that symbol indicates that ഒരു പ്രിൻ്റർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. And inside R2 there are 2 dots. It indicates that 2 instances are available. For example, R2 എന്ന് പറയുന്നത് റാമിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് 2 റാം ഇസ് അവൈലബിൾ. അതുപോലെ തന്നെയാണ് R4. R4 ഇൻഡിക്കേറ്റ്സ് that type of resource is available has 3 instance. അപ്പോൾ ഇതാണ് ആ ഒരു representation എന്ന് പറയുന്നത്. That is edges and directed edges and instances. Okay, ഇനി നമുക്ക് ഇതിൻ്റെ പ്രോസസ് എക്സിക്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. That is from P3. P3ക്ക് അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര റിസോഴ്സാണ് ആവശ്യമായിട്ടുള്ളത്? ഓരോ റിസോഴ്സ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ദാറ്റ് ഈസ് R3. ആൻഡ് R3യിൽ നിന്നാണ് P3ലോട്ട് ആരോ പോയേക്കുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് അലോക്കേറ്റഡ്. ഓക്കെ, R3 റിസോഴ്സിൽ നിന്നാണ് പ്രോസസ്സിലോട്ട് വന്നേക്കുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ റിസോഴ്സ് ഈസ് അലോക്കേറ്റഡ് ടു P3. സോ P3 can complete its execution. Once P3 has completed its execution, it releases R3. Okay, അപ്പോൾ R3 ഫ്രീ ആകും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പ്രോസസ്സിലോട്ട് വരാം. P2ന് എത്ര റിസോഴ്സാണ് ആവശ്യമായിട്ടുള്ളത്? 3 റിസോഴ്സ്. ദാറ്റ് ഈസ് R1, R2 ആൻഡ് R3. ആൻഡ് നമ്മൾ ആരോ എങ്ങോട്ടാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നതെന്ന് നോക്കുക. R1ൽ നിന്നാണ് P2ലോട്ട് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് R1 ഈസ് അലോക്കേറ്റഡ്. അതുപോലെ തന്നെ R2ൽ നിന്നാണ് P2ലോട്ട് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. ഇറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് R2 ഈസ് അലോക്കേറ്റഡ്. ആൻഡ് P2ൽ നിന്നാണ് ഒരു ആരോ R3ലോട്ട് പോയേക്കുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഹാസ് റിക്വസ്റ്റഡ് R3. ഓക്കെ, പക്ഷേ P3 എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം R3 എന്ത് ചെയ്തു? റിലീസ് ചെയ്തു. സോ R3 ഈസ് ഫ്രീ. അപ്പോൾ ഫ്രീ ആകുന്ന സമയത്ത് ഇറ്റ് വിൽ ബി അലോക്കേറ്റഡ് ടു P2. അപ്പോൾ റിസോഴ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ P2വും എന്ത് ചെയ്യും? അതിൻ്റെ റിസോഴ്സ് അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദ റിസോഴ്സസ് R1, R2 ആൻഡ് R3 ആർ ഫ്രീ. അപ്പോൾ എന്ത് ചെയ്യാം? തിരിച്ച് P1 പ്രോസസ്സിലോട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ P1 പ്രോസസ്സിന് എത്ര റിസോഴ്സസ് ആണ് ആവശ്യമായിട്ടുള്ളത്? 2 റിസോഴ്സ്. ദാറ്റ് ഈസ് R1 ആൻഡ് R2. അപ്പോൾ P1 എന്താ ചെയ്യുക? R2 ഈസ് ഓൾറെഡി അലോക്കേറ്റഡ് ടു P1 ആൻഡ് R1 ഈസ് നൗ ഫ്രീ.
P2ൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞപ്പോഴത്തേനും R1നെ റിലീസ് ചെയ്തു. സോ R1 ഈസ് ഫ്രീ നൗ. അപ്പോൾ രണ്ട് റിസോഴ്സസും P1ന് അവൈലബിളായി. സോ ഇറ്റ് ക്യാൻ ഓൾസോ കംപ്ലീറ്റ് ഇറ്റ്സ് എക്സിക്യൂഷൻ. അപ്പോൾ ഇവിടെ ഡെഡ് ലോക്ക് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഡെഡ് ലോക്ക് ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണിത്. നിങ്ങൾ ഈ ഗ്രാഫ് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. നമ്മൾ അടുത്ത രണ്ട് ഗ്രാഫും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. This is an explanation of the above graph which I have explained already. That is about the resources, the instances and the process state. നമ്മുടെ P3, P2 and P1 ഏതൊക്കെ റിസോഴ്സാണ് ഹോൾഡ് ചെയ്തേക്കുന്നത്, ഏതൊക്കെ റിസോഴ്സിനെ എപ്പോഴെല്ലാം റിലീസ് ചെയ്യും എന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതാണത്. ജസ്റ്റ് ഗോ ത്രൂ ദിസ്. The above explained graph does not have any cycle. That is, ഒരു സൈക്ലിക് ഇത് ഒരു ഫോർമേഷൻ അതിനകത്ത് വരുന്നില്ല. സോ ദർ ഇസ് നോ ഡെഡ് ലോക്ക്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. P1ന് ഒരു റിസോഴ്സ് മാത്രമാണ് ആവശ്യമായിട്ടുണ്ടായിരുന്നത്. ആ റിസോഴ്സ് വെച്ചിട്ട് P3യുടെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം P2 വിൽ ബി എക്സിക്യൂട്ടിങ്. P2ന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എല്ലാം അവൈലബിൾ ആണ്. P2 എക്സിക്യൂഷൻ കഴിഞ്ഞാൽ അതിൻ്റെ റിസോഴ്സ് എല്ലാം റിലീസ് ചെയ്യും. ആൻഡ് വി ക്യാൻ ഓൾസോ എക്സിക്യൂട്ട് P1. അപ്പോൾ അവിടെ ഒരു ഡെഡ് ലോക്ക് സ്റ്റേറ്റ് ഒക്കർ ചെയ്യുന്നില്ല. ബിക്കോസ് ദർ ഈസ് നോ സൈക്ലിക് ഫോർമേഷൻ. നിങ്ങൾ ആ ഫിഗർ ഒന്നും കൂടെ നോക്കുക. ദർ ഈസ് നോ സൈക്ലിക് ഫോർമേഷൻ. അപ്പോൾ ദർ ഈസ് നോ ഡെഡ് ലോക്ക്. But there can be situations where a cycle can be occurred in the graph. So we can check a graph with a cycle whether it contains a deadlock or not. So here again a graph with set R1, R2, R3 and R4, and another set with process P1, P2 and P3. Then there are several directed edges. Directed edges are of two types, that is requested edge and allocated edge or assignment edge. Okay, then R1 has only one instance, R2 has two instance, R3 again one instance, and R4 has three instance. So നമ്മുടെ ഈ ഒരു ഗ്രാഫ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ there is a cycle. Okay, from R2 ന്ന് സ്റ്റാർട്ട് ചെയ്ത് P2, R3, P3, then again R2ലോട്ട് വരുന്നുണ്ട്. So there is a cycle. So we can check whether ഇങ്ങനെ ഒരു സൈക്കിൾ വന്നു കഴിഞ്ഞാൽ ഡെഡ് ലോക്ക് സ്റ്റേറ്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. So according to this graph, P3 needs two resources. Okay, എത്ര റിസോഴ്സസ് ആണ് P3 കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ളത്? 2 resources, that is R3 and R2. R3ക്ക് എത്ര ഇൻസ്റ്റൻസസ് ആണുള്ളത്? 1 ഇൻസ്റ്റൻസ്. ആൻഡ് ദാറ്റ് ഇൻസ്റ്റൻസ് ഈസ് അലോക്കേറ്റഡ് ടു P3. Since the arrow indicates from R3 to P3, it indicates that resource is allocated to P3. ഇനി P3യുടെ എക്സിക്യൂഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ it needs R2. R2 has only 2 instances. And R2 എന്ന് 2 arrows പോകുന്നുണ്ട്. One is directed to P1 and another one is directed to P2. So അവൈലബിൾ ആയിട്ടുള്ള 2 റിസോഴ്സസും P1 and P2 ഹോൾഡ് ചെയ്തേക്കുവാണ്. ഓക്കെ, ആൻഡ് P3ക്ക് ഹോൾഡ് ചെയ്തേക്കുന്ന റിസോഴ്സസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവൈലബിൾ ആകത്തുള്ളൂ. സോ P3 ഈസ് ഇൻ ഡെഡ് ലോക്ക് സ്റ്റേറ്റ്. ആൻഡ് അഗെയിൻ ടു P2ന് എത്ര റിസോഴ്സസ് ആണ് ആവശ്യമായിട്ടുള്ളത്? 3 resources, that is R2, R1 and R3. ഓക്കെ, 3 റിസോഴ്സസ് ആവശ്യമായിട്ടുണ്ട്. ആൻഡ് 2 റിസോഴ്സസ് ആർ ഓൾറെഡി അലോക്കേറ്റഡ്. 2 അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്.
ഒരു റിസോഴ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്ന റിസോഴ്സ് എന്ത് പറ്റി? ഇറ്റ് ഈസ് ഹോൾഡഡ് ബൈ P3 അത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. സോ P2 ഈസ് ഓൾസോ ഇൻ ദ ഡെഡ് ലോക്ക് സ്റ്റേറ്റ്. ആൻഡ് കമ്മിങ് ടു P1 അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇറ്റ് നീഡ്സ് R1 ആൻഡ് R2. And R2 is already allocated, but it requested for R1. But R1 in എത്ര ഇൻസ്റ്റൻസ് ഉള്ളത്? Only one instance, and it is allocated to P2. അപ്പോൾ അതും ഡെഡ് ലോക്ക് സ്റ്റേറ്റിലാണ്. സോ ഒരു സൈക്ലിക് ഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ ദർ ക്യാൻ ഒക്കർ ഡെഡ് ലോക്ക്. ആൻഡ് ഈ ഒരു ഗ്രാഫിൽ നമുക്ക് മനസ്സിലാക്കാം, ഇഫ് ദ R2-ന് 3 ഇൻസ്റ്റൻസസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? 3 ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഡെഡ് ലോക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു. ഓക്കെ, ഈവൻ സൈക്ലിക് സ്റ്റേറ്റ് ആണെങ്കിലും ഇൻസ്റ്റൻസ് കൂടുതലുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡെഡ് ലോക്ക് അവോയ്ഡ് ചെയ്യാം. Now consider another resource allocation graph. That is, there are 3 sets. That is, one set containing the process and another set containing the resources. Here there is only 2 resources, that is R1 and R2. And there are processes P1, P2, P3 and P4. And also they have direct edges, that is allocated edge and requested edge. അപ്പോൾ നമുക്ക് ഓരോ പ്രോസസ്സ് 1 by 1 നോക്കാം. ഫ്രം P2, ഓക്കെ, ഫ്രം P4. ഇപ്പോൾ P4 നോക്കുക. P4-ന് എത്ര റിസോഴ്സസ് ആണ് ആവശ്യമായിട്ടുള്ളത്? only one റിസോഴ്സിൽ നിന്നാണ് P4-ലോട്ട് ആരോ വരച്ചേക്കുന്നത്. സോ ഇറ്റ് ഈസ് അലോക്കേറ്റഡ് ടു P4. സോ P4 ക്യാൻ കംപ്ലീറ്റ് ഇറ്റ്സ് എക്സിക്യൂഷൻ. ഓക്കെ, ഇപ്പോൾ R2 റിലീസ് ചെയ്തു. ഓക്കെ, R2 അവിടെ റിലീസ് ചെയ്തേക്കുവാണ്. ആൻഡ് ദ ഹാവ് 2 റിസോഴ്സസ്. ഇപ്പോൾ നമ്മൾ റിസോഴ്സസ് നോക്കുക, ഇൻസ്റ്റൻസ് നോക്കുക. ഓൾറെഡി ഒരു ഇൻസ്റ്റൻസ് അലോക്കേറ്റ് ചെയ്തിരിക്കുവാണ് ആൻഡ് P3 ഹാസ് റിക്വസ്റ്റഡ്. അപ്പോൾ ഒരു ഇൻസ്റ്റൻസ് ഇപ്പോൾ ഫ്രീ ആയി. R2-ലുള്ള ഒരു ഇൻസ്റ്റൻസ് ഫ്രീ ആയി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് വരുവാണ് P3ക്ക് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 റിസോഴ്സ് ആവശ്യമായിട്ടുണ്ട്. ഓൾറെഡി R1 അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഹാസ് റിക്വസ്റ്റഡ് ഫോർ R2-ന് ഇപ്പോൾ ഒരു ഇൻസ്റ്റൻസ് ഫ്രീ ആയി. അപ്പോൾ ഫ്രീ ആകുന്ന സമയത്ത് ഇറ്റ് വിൽ ബി അലോക്കേറ്റഡ് ടു P3. അപ്പോൾ P3ക്കും അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ P2-ലോട്ട് നോക്കുക. P2-ന് എത്ര റിസോഴ്സസ് ആണ് ആവശ്യമായിട്ടുള്ളത്? only one resource, and that resource is already allocated to P2. അപ്പോൾ P2-നും P2-ൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് കമ്മിങ് ടു P1-ലോട്ട് വരുമ്പോഴത്തേനും P1-ന് ഓൾറെഡി ഒരു റിസോഴ്സ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് R2. ആൻഡ് P3 എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഇറ്റ് ഹാസ് റിലീസ്ഡ് ദ ഇൻസ്റ്റൻസ്. ആൻഡ് ഓൾസോ P2 അതിൻ്റെ പ്രോസസ്സ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേനും ദാറ്റ് ഓൾസോ റിലീസ്ഡ് ദ ഇൻസ്റ്റൻസ്. അപ്പോൾ R1 ഈസ് ഓൾസോ അവൈലബിൾ ഫോർ P1. അപ്പോൾ P1-നും അതിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യാം. സോ സൈക്ലിക് ഫോർമേഷൻ വന്നു കഴിഞ്ഞാലും ഇഫ് ദർ ഈസ് ഇനഫ് ഇൻസ്റ്റൻസസ് ദെൻ deadlock may not occur. So according to resource allocation graph, there are 2 conditions. That is, when a graph does not have a cycle, then the system is not in a deadlock state. ഒരു സൈക്കിൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഇൻ എ ഡെഡ്ലോക്ക് സ്റ്റേറ്റ്. ആൻഡ് ഇഫ് ദർ ഈസ് എ സൈക്കിൾ, then the system may or may not be in the deadlock state. That is, if enough resources are available, then it will not be in the deadlock state. Okay, so we can say if there is a cycle,
then the system may or may not be in a deadlock state. An assignment question connected with this topic is explain resource allocation graph in detail. Write this question and answer in your notebook and forward the pictures to the mail ID provided to you. Thank you.